ദേ ഇതിപ്പോൾ എന്ത് കഥയാ? തയ്യൽ കുറച്ച് അറിയാമെന്ന് വിചാരിച്ച് സ്ട്രേറ്റ് പാൻറ്റ് കഴിക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചറിയാമെന്നുള്ള അഹങ്കാരത്തിൽ ആദ്യമായിട്ട് ഞാനൊരു നല്ലൊരു തുണിയിൽ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ അളവൊക്കെ എടുത്തങ്ങ് വെട്ടിയിട്ടോ. സംഭവം കയ്യിൽ നിന്ന് പോകുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കുറച്ചൊക്കെ എന്നെ കുഴപ്പിച്ചേർന്നു കേട്ടോ. കാരണം എൻ്റെ അളവ് തന്നെ എടുത്താണ് ഞാൻ തയ്ക്കുന്നത്. എന്ത് കുഴപ്പമുണ്ടായിരുന്നു ഞാനത് സഹിക്കും, ഞാനത് തയ്ക്കുന്നത്. അങ്ങനെ തയ്ച്ചൊക്കെ തുടങ്ങി. ലാസ്റ്റ് അലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടോ തയ്ച്ചത്. ഞാൻ വിചാരിച്ചതിലും ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ബാൻഡിലേലും ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞ് ഞാനത് പൊങ്ങച്ചം പറയുന്നത് നിങ്ങൾ വിചാരിക്കേ. പക്ഷെ സംഭവം ഉള്ളതാ, കാണാനുള്ള ഭംഗി പോലെ തന്നെ ഇട്ടിട്ട് എനിക്ക് നല്ല പാകമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച അത്ര ലെങ്ത്തും അതുപോലെ തന്നെ കറക്റ്റൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം. അപ്പം തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് തയ്യൽ പഠിച്ചിട്ട് മൊത്തം പഠിച്ചു കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം അങ്ങനെ മൊത്തം പഠിച്ചാലും കഴിയത്തൊന്നുമില്ല. കാരണം പിടിപിടിയെന്ന് പറയുക കുറേ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുക അല്ലേ. നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ട് ബാക്കി യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും തയ്ക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. കടയിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് പാൻറ്റ് മേടിക്കുന്ന എത്ര രൂപയായിരിക്കും? അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ച്ചിടാന്നേ.